ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹിഡൻ ലവ് എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 3 ആണ്. ഈ എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത് സങ്ഷി യങ്ങിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പിന്നെ ഡുവാൻ്റെ കൂടെ അവിടെ ഇരുന്ന് സങ്ഷിക്ക് ഇഷ്ടമുള്ള ഗെയിം കളിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. യങ് അവിടെ നിന്ന് സങ്ഷിയെ അവരുടെ കൂടെ വിട്ട് യങ് എവിടേക്കോ പോയിരുന്നു. അതിൻ്റെ സങ്കടത്തിൽ സങ്ഷി അവിടെ ഇരിക്കുമ്പോഴാണ് യങ്ങിൻ്റെ ഒരു ഫ്രണ്ട് വന്ന് സങ്ഷിക്ക് ഇഷ്ടമുള്ള ഗെയിം കളിക്കാം എന്നെല്ലാം പറഞ്ഞ് അവളെ ആ ഗെയിം കളിക്കാൻ വിളിക്കുന്നത്. അങ്ങനെ സങ്ഷി എത്ര കളിച്ചിട്ടും ആ ഗെയിമിൽ ജയിക്കാതെ വരുമ്പോൾ സങ്ഷിക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ട്. സങ്ഷിക്കാണെങ്കിൽ അവിടെയുള്ള ഒരു കിറ്റിയെ കണ്ട് വളരെയധികം ഇഷ്ടവുമായിരുന്നു. അതെല്ലാം അപ്പുറം നിന്ന് ഡുവാൻ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡുവാൻ സങ്ഷിയുടെ അടുത്തേക്ക് വന്ന് ആ ഗെയിമെല്ലാം കളിച്ച് സങ്ഷിക്ക് ഇഷ്ടപ്പെട്ട കിറ്റിയെ തന്നെ എടുത്തു നൽകുന്നുണ്ട്. അതെല്ലാം കണ്ട് സങ്ഷി ഒരുപാട് സന്തോഷിച്ചിരുന്നു. ഡുവാൻ അവളുടെ എല്ലാ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അതിൽ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു സങ്ഷിക്ക്. അങ്ങനെ നേരെ പിന്നെ ഫ്ലാഷ് ബാക്കിലേക്കാണ് കാണിക്കുന്നത്. സങ്ഷി വിളിച്ച് സങ്ഷിയുടെ ടീച്ചറിനെ കാണാൻ സങ്ഷിയുടെ ചേട്ടനായി വന്ന ഡുവാനെ സങ്ഷി ഒരുപാട് താങ്ക്സ് എല്ലാം പറഞ്ഞ് അവന് ചോക്ലേറ്റ് എല്ലാം നൽകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ചേട്ടനാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഈ സഹായം വരെ ചെയ്യില്ല, പക്ഷേ എൻ്റെ ചേട്ടനെ പോലെ നിന്ന് നിങ്ങൾ ഈ സഹായമെല്ലാം ചെയ്തതിന് നന്ദി എന്നെല്ലാം സങ്ഷി ഡുവാനോട് പറയുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സങ്ഷിയെ നേരെ സങ്ഷിയുടെ വീട്ടിലേക്ക് കൊണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഡുവാൻ. അങ്ങനെ വീട്ടിലെത്തിയ സങ്ഷി നേരെ ഡുവാന് ഒരു പ്രോമിസ് എല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈ സത്യം ഞങ്ങൾ രണ്ടുപേർ മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയണ്ട എന്നെല്ലാം ഡുവാനോട് പറയുമ്പോൾ ഡുവാൻ അതെല്ലാം ശരി, പക്ഷെ നീ ഇനി എന്നെ ഇങ്ങോട്ട് വിളിപ്പിക്കരുത്, നീ നല്ലോണം പഠിക്കണം എന്നെല്ലാം ഡുവാൻ സങ്ഷിയോട് പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഡുവാൻ അവിടെ നിന്ന് പോകുന്നതും ഡുവാൻ കാണാതെ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സങ്ഷി. സങ്ഷിക്ക് ചേട്ടൻ്റെ ഫ്രണ്ടാണെങ്കിലും എന്തോ ഒരു അടുപ്പമെല്ലാം അന്നേരം മുതൽ ഡുവാനോട് തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പ്രസൻറ്റ് ടൈം കാണിക്കുമ്പോൾ സങ്ഷിയുടെ ഫ്രണ്ട് കൂടി അവരുടെ ബർത്ത്ഡേ ബോയെ കാണാനായി വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് അവർ കയറുന്നത്. അവിടെ പാർട്ട് ടൈമായി ജോബ് ചെയ്യുന്നതായിരുന്നു ഡുവാൻ. ഡുവാനെ കണ്ട് സങ്ഷി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഡുവാൻ സങ്ഷിയെ നോക്കി നിൽക്കുമ്പോൾ സങ്ഷിയുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ സുന്ദരനായ ചേട്ടനെ അറിയുമോ സങ്ഷിയോട്? അങ്ങനെയെല്ലാം ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നേരെ ഡുവാൻ വന്ന് നിങ്ങൾക്ക് എന്ത് ഭക്ഷണമാണ് വേണ്ടത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സീറ്റ് കാണിച്ചു കൊടുത്തതിന് ശേഷം അവിടെ ഇരിക്കാനും ഡുവാൻ പറയുന്നുണ്ട്. അങ്ങനെ ഡുവാൻ മെനു കാർഡെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവിടെ പോയി ജോലി ചെയ്യുമ്പോഴാണ് സങ്ഷി ഡുവാനെ നോക്കുന്നത്, ഡുവാൻ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഡെസേർട്ട് എല്ലാം ഓർഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സങ്ഷി നേരെ ക്യാഷ് എല്ലാം എടുത്ത് ഡുവാന് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡുവാൻ പറയുന്നുണ്ട്, ഇതിലൊരു കോയിൻ്റെ കുറവുണ്ടല്ലോ. അപ്പോൾ സങ്ഷി പറയുന്നുണ്ട്, അങ്ങനെ വരില്ല, ഞാനെല്ലാം കറക്റ്റാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഡുവാൻ പറയുന്നുണ്ട്, ഈ ക്യാഷിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് ഞാൻ നിനക്ക് വാങ്ങിത്തരാം ഫ്രീ ആയിട്ട്. അങ്ങനെയെല്ലാം പറയുമ്പോൾ സങ്ഷി ഒരുപാട് വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും ഡുവാൻ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വാങ്ങിത്തരാം. അങ്ങനെ അതേ സമയമാണ് ഡുവാൻ പാർട്ട് ടൈമായി ജോബ് ചെയ്യുന്നിടത്തുള്ള ഓണർ വന്ന് ഡുവാനോട് പറയുന്നത്, ഈ മാസം എൻ്റെ കയ്യിൽ വളരെ അധികം ക്യാഷ് കുറവായതുകൊണ്ട് നിനക്ക് പകുതി സാലറിയെ തരാൻ പറ്റുകയുള്ളൂ എന്നെല്ലാം അവർ സംസാരിക്കുന്നത് ഇവിടെ ഡുവാൻ കൊടുത്ത ഡെസേർട്ടും കഴിച്ചുകൊണ്ടിരിക്കുന്ന സങ്ഷി കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതേ സമയം ബർത്ത്ഡേ ബോയും അവൻ്റെ ഫ്രണ്ട്സുമെല്ലാം സങ്ഷിയെ കാണാനായി അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ബർത്ത്ഡേ ബോയ് സങ്ഷിയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഭയങ്കര റിച്ച് അല്ലേ, പിന്നെ എന്താ നിൻ്റെ ചേട്ടൻ ഇവിടെ വർക്ക് ചെയ്യുന്നത്? അത് കേൾക്കുന്ന സങ്ഷിക്ക് ഒരുപാട് ദേഷ്യം പിടിക്കുന്നുണ്ട്. നീ നിൻ്റെ കാര്യം നോക്ക്, നീ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്നെല്ലാം സങ്ഷി മുഖത്തടിച്ച പോലെ അവരോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ വിരിച്ച് സ്ഥലമെല്ലാം പറഞ്ഞ പ്രകാരം അവരെല്ലാവരും കൂടി അവിടേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ നിന്ന് പോകുമ്പോഴാണ് സങ്ഷിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്, ഞാൻ ഡുവാന് ക്യാഷ് കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ള കാര്യം. അങ്ങനെ സങ്ഷിയുടെ ഫ്രണ്ടിനോട് പറഞ്ഞ് സങ്ഷി നേരെ ഡുവാൻ്റെ ഷോപ്പിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ ഡുവാനെ കണ്ട് ഡുവാനോട് പറയുന്നുണ്ട്, ഈ ഡെസേർട്ട് വാങ്ങിത്തരാനൊന്നും ഇപ്പോൾ നിനക്ക് നിൻ്റെ കയ്യിൽ ക്യാഷില്ല എന്നെല്ലാം എനിക്കറിയാം, നിൻ്റെ ഓൺ വന്ന് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്, സാരമില്ല, ഈ ക്യാഷ് ഞാൻ തരാം, അതൊന്നും എനിക്ക് പ്രശ്നമില്ല എന്നെല്ലാം പറയുമ്പോൾ ഡുവാൻ പറയുന്നുണ്ട്, നിനക്ക് ഈ ഡെസേർട്ട് വാങ്ങിത്തരാനുള്ള ക്യാഷെല്ലാം എൻ്റെ കയ്യിലുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്.
അത് കേട്ടയുടൻ സംക്ഷി വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ സംക്ഷി പോയി കഴിഞ്ഞതിന് ശേഷം ഡുവാൻ നോക്കുമ്പോഴാണ് ആ ടേബിളിൽ സംക്ഷി അതിനുള്ള ക്യാഷ് എല്ലാം വെച്ചത് ഡുവാൻ കാണുന്നത്. അങ്ങനെ അത് ചെയ്തത് കാരണം ഡുവാൻ ഒരുപാട് സന്തോഷമായിരുന്നു. അതേസമയം പാർട്ടിയിൽ വന്ന സംക്ഷിയോട് ബർത്ത്ഡേ ബോയ് അവൻ്റെ ഇഷ്ടം തുറന്നു പറയാനായി ശ്രമിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയ സംക്ഷി വേഗം എനിക്ക് വീട്ടിൽ പോകണം, എനിക്കിപ്പോൾ ഒരു അത്യാവശ്യമുണ്ട് എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ അവനാണെങ്കിൽ അവളെ വിടാതെ പിന്തുടർന്ന് വന്ന് അവളോട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് നിന്നെ ആദ്യം മുതലേ വളരെയധികം ഇഷ്ടമാണ് എന്നെല്ലാം കേൾക്കുന്ന സംക്ഷി പറയുന്നുണ്ട്. നിനക്ക് എന്താണ്, എന്നെ തന്നെ നോക്കാൻ നിനക്ക് ഭ്രാന്താണോ? നീയും ഞാനും എത്ര ഫൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യമൊക്കെ അന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ വെറുമൊരു തമാശയായിട്ടാണ് ഞാൻ കരുതിയത്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നെല്ലാം പറയുമ്പോൾ സംക്ഷി മുഖത്തടിച്ച പോലെ അവനോട് പറയുന്നുണ്ട്. എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമില്ല. അങ്ങനെ അവൻ അവിടെ നിന്ന് പോകുമ്പോഴാണ് അവിടേക്ക് ഡുവാൻ വരുന്നത്. എന്നിട്ട് ഡുവാൻ പറയുന്നുണ്ട്, അവൻ്റെ ബർത്ത്ഡേ അല്ലേ ഇന്ന്, എന്നിട്ട് നീ എന്ന് പറഞ്ഞത് ഒട്ടും ശരിയല്ല. അവൻ നിന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ നീ അവനോട് താങ്ക്സ് ആണ് പറയേണ്ടത്. തിരിച്ച് എനിക്കിഷ്ടമില്ല എന്ന് മുഖത്തടിച്ച പോലെ പറയരുത്. ഇന്ന് അവൻ്റെ നല്ലൊരു ദിവസം നീ കൊണ്ടേ കൊളയാക്കില്ലേ എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് ക്ലാസ് എല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട് ഡുവാൻ സംക്ഷിക്ക്. എന്നിട്ട് ഡുവാൻ നേരെ സംക്ഷി കൊടുത്ത ക്യാഷ് തിരിച്ചു നൽകിയിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് ഇത് അഫോർഡ് ചെയ്യാനുള്ള ക്യാഷ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്, നീ ഇതൊന്നും എനിക്ക് തരേണ്ട ആവശ്യമില്ല എന്ന് ഡുവാൻ പറയുമ്പോൾ സംക്ഷി പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരു ചേട്ടനെ പോലെയാണ് കരുതിയത്. എൻ്റെ ചേട്ടനും ഇതേ അവസ്ഥയാണ്. ക്യാഷ് ഇല്ല എങ്കിൽ ഞാൻ ക്യാഷ് എല്ലാം നൽകും. നിനക്കിനി എന്ത് ക്യാഷിന് ബുദ്ധിമുട്ട് വന്നാലും നീ എന്നോട് പറയണം. ഇതെല്ലാം സംക്ഷി പറഞ്ഞ് കേൾക്കുന്ന ഡുവാന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ഡുവാൻ സംക്ഷിയോട് പറയുന്നുണ്ട്, ഞാനിനി എപ്പോഴാണ് എനിക്ക് ക്യാഷ് ഇല്ലാതെ എങ്കിൽ ഞാൻ അതേ സമയം നിന്നോട് വന്ന് ക്യാഷ് ചോദിച്ചു കൊള്ളാം. ഇപ്പോൾ നീ വീട്ടിൽ പോയിക്കോ എന്നെല്ലാം ഡുവാൻ പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം സാർ ക്ലാസ്സിൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇവിടെ സ്പോർട്സ് ഡേ ഒക്കെ വരാൻ പോവുകയാണ്, ഇവിടെ നിന്ന് ലോങ് ജമ്പിന് സംക്ഷി പങ്കെടുക്കണം എന്നെല്ലാം പറഞ്ഞു കേൾക്കുന്ന സംക്ഷി പറയുന്നുണ്ട്, എനിക്ക് കാലുവേദനയാണ് സാർ, എനിക്ക് പങ്കെടുക്കാനൊന്നും സാധിക്കില്ല. അത് പറഞ്ഞു കേൾക്കുന്ന സാർ പറയുന്നുണ്ട്, നിനക്ക് ആകെ 17 വയസ്സായിട്ടുള്ളൂ, 70 വയസ്സല്ല, എന്നിട്ടാണോ നീ ഇങ്ങനെ പറയുന്നത്? നീ എന്തായാലും സ്പോർട്സിന് പങ്കെടുക്കണം എന്നെല്ലാം പറഞ്ഞ് നിർബന്ധപൂർവ്വം സംക്ഷിയെ പങ്കെടുപ്പിക്കുന്നുണ്ട്. അങ്ങനെ സ്പോർട്സ് ഡേ വന്ന് അവിടെ രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നത് ഡുവാനും യങ്ങുമായിരുന്നു. അങ്ങനെ സംക്ഷിയെ കണ്ട് യങ് ഒരുപാട് കളിയാക്കുന്ന ശബ്ദം കേട്ട് ഡുവാൻ നെട്ടി എണീക്കുന്നുണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് വാമപ്പ് ചെയ്യുന്ന സംക്ഷിയുടെ അടുത്ത് പോയി ഡുവാൻ അവൻ്റെ ക്യാപ്പെല്ലാം വെച്ചു കൊടുത്തതിന് ശേഷം അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഞാൻ അവിടെ നിന്ന് ക്യാമറയിൽ എടുക്കുന്നുണ്ട്. അത് കണ്ട് സംക്ഷിക്ക് ഒരുപാട് ചൂടാവുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ട് ദേഷ്യം പിടിച്ച സംക്ഷി നേരെ യങ്ങിനോട് വഴക്കുണ്ടാക്കുമ്പോഴാണ് യങ്ങിൻ്റെ കയ്യിൽ നിന്ന് ഡുവാൻ നേരെ ക്യാമറ വാങ്ങിയതിന് ശേഷം പറയുന്നുണ്ട്, എൻ്റെ അനുജത്തിയുടെ നല്ല പിക്ക് മാത്രം എടുത്താൽ മതി, ചീത്ത പിക്കൊന്നും നീ എടുക്കണ്ട എന്നെല്ലാം പറഞ്ഞ് യങ്ങിനോട് ഡുവാൻ വഴക്കുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ സംക്ഷിയുടെ ഊയമായപ്പോൾ സംക്ഷി ഓടി വന്ന് ചാടാൻ നോക്കുന്നത് അവിടെ വെച്ച് അവൾ സ്റ്റക്ക് ആവുന്നുണ്ട്. അങ്ങനെ അവൾക്ക് വീണ്ടും ഒരു ചാൻസ് എല്ലാം അവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ സംക്ഷിയുടെ രണ്ടാമത്തെ ചാൻസും വന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ട് അവൾ ഓടി വന്ന് നല്ലോണം ചാടുമെന്ന്. പക്ഷെ അവൾ നേരെ തലകുത്തി താഴെ വീണ് അവളുടെ കാലെല്ലാം മുറിഞ്ഞ് ബ്ലഡെല്ലാം വരുന്നുണ്ട്. ഇത് കണ്ട് നേരെ യങ് ഉണ്ടുവാനും ഓടി വന്ന് അവളെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഓടി വന്ന് യങ് സംക്ഷി എടുക്കുമ്പോഴാണ് അവൻ്റെ സാറ് വന്ന് ഡുവാനെ നിങ്ങളല്ലേ സംക്ഷിയുടെ ചേട്ടനെന്ന് ചോദിക്കുന്നത്. അത് കേട്ട് യങ് മറുപടി പറയാൻ പോകുമ്പോൾ സംക്ഷി നേരെ യങ്ങിൻ്റെ വായ പൊത്തിവെച്ച് പറയുന്നുണ്ട്, ഇതെൻ്റെ അച്ഛനാണ് എന്നെല്ലാം കേട്ട് അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ സംക്ഷിയെ നേരെ യങ് ഫസ്റ്റ് റൂമിൽ ആക്കിയതിന് ശേഷം അവൾക്ക് വെള്ളം വാങ്ങിക്കാനായി പോകുന്നുണ്ട്. അപ്പോഴാണ് സംക്ഷി ഡുവാനോട് പറയുന്നുണ്ട്, എൻ്റെ ചേട്ടൻ എന്നെ ഒട്ടും ഇഷ്ടമില്ല, നിങ്ങൾ എന്നെ എന്ത് നല്ല പോലെയാണ് നോക്കുന്നത്. അത് കേൾക്കുന്ന ഡുവാൻ പറയുന്നുണ്ട്, അവൻ നിന്നെ കളിയാക്കുന്നതൊന്നും നോക്കണ്ട, നീ വീണപ്പോൾ അവന് എത്ര ടെൻഷനായി എന്ന് നിനക്കറിയില്ല, നിന്നെ അവന് ഒരുപാട് ഇഷ്ടമാണ് എന്നെല്ലാം ഡുവാൻ സംക്ഷിയോട് പറഞ്ഞു കൊടുക്കുന്നു. അതേസമയം നേരെ യങ് അവിടേക്ക് വന്ന് സംക്ഷിക്ക് കൊടുക്കാനായി വെള്ളമെല്ലാം കൊടുക്കുമ്പോൾ സംക്ഷി വിചാരിക്കുന്നുണ്ട്, അപ്പോൾ എങ്ങനെ എന്നെ ഇഷ്ടമാണല്ലേ. അങ്ങനെയെല്ലാം വിചാരിക്കുമ്പോൾ നേരെ ഡുവാൻ പറയുന്നുണ്ട്,
ഇപ്പോൾ ഫസ്റ്റ് എയ്ഡ് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ, ഇനി അവളെ എന്തായാലും ഒന്ന് പോയി കാണിക്കണം എന്നെല്ലാം യങ്ങിനോട് ഡുവാൻ പറയുന്നുണ്ട്. അങ്ങനെ സങ്ഷിയെ കാണിക്കാനായി യങ്ങിനെ മേലെ സങ്ഷിയെ കയറ്റി അവിടെ നിന്ന് പോകുമ്പോഴാണ് ഡുവാൻ നേരെ വേറെ ഒരു പരുക്ക് പറ്റിയ പെൺകുട്ടിയെയും പിടിച്ച് അവിടേക്ക് പോകുന്നത് സങ്ഷി കാണുന്നത്. അങ്ങനെ സങ്ഷി വിചാരിക്കുന്നുണ്ട്, സങ്ഷിയോട് മാത്രമല്ല ഡുവാൻ ഇങ്ങനെ എല്ലാവരോടും നല്ലപോലെ കെയർ ചെയ്തുകൊണ്ടാണ് എന്നെല്ലാം ആലോചിച്ച് സങ്ഷി ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഇതാണ് ഹിഡൻ ലവ് എന്ന ഡ്രാമയിലെ 3rd എപ്പിസോഡ് ഉള്ളത്.